സുപ്രുവിനാണ് കോളടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അടുത്ത കഥയിൽ അഭിനയിക്കാൻ പോകുന്നത് സുപ്രുവാണ്. പോരാത്തതിന് സുപ്രു ഒരു ബുദ്ധിമാനിയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ സ്വന്തം മാലുവും കൂടെയുണ്ട് നമ്മുടെ സുപ്രുവിന്റെ ഒപ്പം അഭിനയിക്കുവാൻ. എന്നാൽ കഥ തുടങ്ങാം. എത്ര സമയമായി ഞാനിങ്ങനെ പറക്കുന്നു. വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ല. ഞാനിപ്പോ വിശന്ന് ചാകുവേ. അതെന്താ കിടക്കുന്നത്? ദൈവമേ, എന്തെങ്കിലും കഴിക്കാനുള്ളതായിരിക്കണേ. ഹായ്, ഒരു അപ്പക്കഷ്ണം. ഇത് കഴിച്ച് വിശപ്പ് മാറ്റിയിട്ട് തന്നെ ബാക്കി കാര്യം. എവിടെ ഇരുന്ന് കഴിക്കും? ഇവിടെ ഇരുന്ന് സാവധാനം കഴിക്കാം. രാവിലെ നല്ല വിശപ്പാണല്ലോ. കഴിക്കാനാണെങ്കിൽ ഒന്നും കിട്ടുന്നുമില്ല. ഈ നടപ്പ് തുടങ്ങിയിട്ട് കുറേ സമയമായി. അതാരടാ മരത്തിന്റെ മുകളിൽ? ചിക്കുപ്രാവല്ലേ അത്? അവളുടെ കയ്യിലൊരു അപ്പക്കഷ്ണവും ഉണ്ടല്ലോ. ഒന്നാമത് വിശന്ന് വലഞ്ഞിരിക്കുമ്പോഴാ അവളൊരു അപ്പക്കഷ്ണവുമായി ആ മരത്തിന്റെ മുകളിൽ അങ്ങനെ ഇരിക്കുന്നത്. വായിൽ വെള്ളമൂർന്നു. എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്നും ആ അപ്പക്കഷ്ണം തട്ടിയെടുത്ത് അകത്താക്കണം. ഒരു വിദ്യ പ്രയോഗിക്കാം. അത് ഫലിച്ചാൽ തൽക്കാലം വിശപ്പടക്കാം. ഹേയ്, ഇതാര്? ചിക്കുപ്രാവോ? എത്ര നാളായി കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ അല്ലേ? ചിക്കു, നീ അന്നൊരു പാട്ട് പാടിയത് ഓർമ്മയില്ലേ? ഞാൻ എപ്പോഴും വിചാരിക്കും നിന്റെ ആ മധുരമുള്ള പാട്ട് ഒരിക്കൽ കൂടി കേൾക്കണമെന്ന്. നിന്റെ ആ പാട്ട് നിന്റെ മധുരമുള്ള ശബ്ദത്തിൽ എനിക്ക് വേണ്ടി ഒന്നുകൂടി പാടുമോ എൻ്റെ ചിക്കു? പ്ലീസ്, എൻ്റെ ചിക്കു അല്ലേ? പാവം, പാട്ടിന്റെ ആരാധകനല്ലേ. പാടിയേക്കാം. അപ്പക്കഷ്ണം കിട്ടിയേ. എന്റെ അപ്പക്കഷ്ണം പോയേ. പിന്നെ അവരുടെ ഒരു പാട്ട്. ദയവ് ചെയ്ത് നീ ഇനി പാടരുത് ചിക്കു. നിന്റെ പാട്ട് കേട്ടാ എല്ലാവരും ഓടിക്കളയും. മരമണ്ടി. അയ്യോ, എന്റെ അപ്പക്കഷ്ണം പോയേ. എടാ ദുഷ്ട, നീ എന്നെ പറ്റിച്ചു അല്ലേടാ. പാവം നമ്മുടെ മാലു അല്ലേ? സുപ്രു ആളൊരു ബുദ്ധിമാൻ തന്നെ. ഇനി അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത് ചക്കിയും കുഞ്ഞുങ്ങളും അവതരിപ്പിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. നമുക്കതൊന്ന് കണ്ടാലോ?